വീണ വിജയൻ പെട്ടെന്ന് വീണ ടി ആകുന്നു, വീണ തൈക്കണ്ടി ആകുന്നു. ഇതിനു മുമ്പ് ഇവിടെയുള്ള മനോരമ മാത്രമല്ല, ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ ഇപ്പോൾ വീണയ്ക്ക് വേണ്ടി എന്തിനിറങ്ങുന്നു എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം ഇപ്പോൾ എങ്ങനെ ഉയർന്നു വന്നു? ഈ മാതിരി സാധനത്തിനെ ഒന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. രാജേഷ്, ഈ പറഞ്ഞ പോയിന്റിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. വീണ വിജയൻ എന്ന് വിളിക്കണമെന്നാണോ ആഗ്രഹം? ഞാൻ പറയട്ടെ, അതിലേക്കാണല്ലോ വരുന്നത്. അതിനെല്ലാം ഉത്തരം ഇതിനകത്തുണ്ടാവും. എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ അപ്പം എന്തുകൊണ്ടാണ് വീണ തൈക്കണ്ടി എന്ന വീണ ടിയിലേക്ക് മാത്രം അന്വേഷണം അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഇടതുപക്ഷം സമീപിക്കുന്നത്? എടാ, ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചത്? ഇത് വീണ ടി എന്ന് പറയുന്നത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ മകൾ എന്നുള്ള നിലയിലാണ്. എന്നിട്ട് അല്ലാതെ ഏതോ ഒരു വീണ ടി ഒരു എത്രയോ കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിലുള്ളത്. അപ്പോൾ ഒരു വീണ ടിയിലേക്ക് മാത്രം ചർച്ച കേന്ദ്രീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്കറിയില്ല എന്തുകൊണ്ടാ സഖാവങ്ങ് പറ. വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ഏതോ ഒരു വീണ തൈക്കണ്ടി അല്ല എന്ന് നിങ്ങൾക്കറിയാം. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കറിയാം, അന്വേഷണ ഏജൻസികൾക്കറിയാം, ഇവിടെയുള്ള ഭരണകൂടത്തിനറിയാം, അല്ലേ? അപ്പൊ അതാണ് അതിന്റെ പ്രസക്തി. അത് ആ ചോദ്യത്തിനുള്ള ഒറ്റ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ പറഞ്ഞ വീണ ടിയെ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ടുള്ളൊരു കേസ് അന്വേഷണമൊന്നുമല്ല. നീയാണല്ലോ കോടതി, ഓടാമയില് ഇതൊക്കെ സൂക്ഷ്മമായും സ്ഥൂലമായും എത്തുന്നത് ആരിലേക്കാണ്? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനിലേക്കാണ്. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഇതിനെ ഒരു രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയല്ലേ? അതുകൊണ്ടല്ലേ സഖാക്കൾ, കേരളത്തിലാകമാനമുള്ള സഖാക്കൾ ഇതിനെതിരെ പ്രതിരോധമായി മുന്നിട്ട് വന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു അക്രമം നടന്നു കഴിഞ്ഞാൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങൾക്കപ്പുറം ഇത് രാജ്യത്തിനെതിരായ കുറ്റമാണ്. കൃത്യമായ ആസൂത്രണത്തോടു കൂടി ED ഉദ്യോഗസ്ഥരെ കൊല്ലണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നടത്തിയ കൊലപാതകം എന്നുള്ള ഒരു അല്ലാതെ ഈ വിഷയത്തെ ഒരു വീണ ടിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ചെറുതാക്കി കാണാൻ പിന്നെ ഇടതുപക്ഷത്തിന് കഴിയില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിന് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് രാജ്യത്തിനെതിരായ കുറ്റകൃത്യമെന്ന് കോടതി. ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെയുള്ള അന്വേഷണം വന്ന ഘട്ടത്തിൽ എന്താണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് എന്ന് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അന്നില്ലാത്ത ഒരു തിയറി, അന്നില്ലാത്തൊരു രാഷ്ട്രീയ ബോധ്യം ഇന്ന് ഉദിക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ? അത് ഉത്തരം പറ. അത് കോടിയേരി ബാലകൃഷ്ണന്റെ ബിനീഷ് കോടിയേരിയുടെ കാര്യമാണ്. ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് ആ കേസ് പോലെയുള്ള ഒരു കാര്യമല്ലല്ലോ ഇത്. അടിപൊളി. അത് വളരെ ഇതിനെ എങ്ങനെയാണ് എന്താണ് ബിനീഷ് കോടിയേരിയുടെ കേസിന്റെ പ്രത്യേകത? എന്നിട്ട് ഒടുവിൽ ആ കേസിൽ എന്ത് സംഭവിച്ചു? ഒരു തരത്തിലുള്ള ബിനീഷ് ഇപ്പൊ എവിടെയുണ്ട്? ഇതിനകത്തില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അല്ലാതെ അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം അവിടെ ഉണ്ട്. ഈ സമരഭൂമികളിലും അദ്ദേഹത്തെ കണ്ടതല്ലേ? അല്ലെ, നിങ്ങളാണ് ഉണ്ടാക്കിയത്. പിന്നീട് വീണ വിജയൻ 5 ലക്ഷവും കമ്പനിക്ക് 3 ലക്ഷവും മാസാമാസം കൊടുക്കണമെന്ന് പറയുന്നത് മാസപ്പടി എന്നല്ല എന്ത് വിളിക്കണ്ടേ? അല്ലാതെ ഞാൻ പറഞ്ഞതേ അതൊരു കരാറാണ്. ആ കരാറ് അറ്റകുറ്റപ്പണി അല്ലെ, മെയിന്റനൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പം പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി. ബഹുമാനപ്പെട്ട DGP എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരുങ്കള്ളനാണ്. സേവനം എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പറയാം, വീണക്കറിയാമെങ്കിൽ പറയാം, പിണറായി വിജയൻ അറിയാമെങ്കിൽ പറയാം, ഇതെല്ലാം കൂടി ഏറ്റെടുത്ത് പ്രതിരോധിക്കുന്ന പാർട്ടിക്ക് അറിയാമെങ്കിൽ പറയാം. ആർക്കും അറിയൂല, ആരും പറയൂല. തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം. കുറച്ച് അവലോസുണ്ട വാങ്ങിച്ചിട്ട് വരാൻ പറ. ഞങ്ങൾക്ക് കടിച്ചാ പൊട്ടാത്ത ശക്തമായ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എന്ത്? ആ കൊടുത്ത സേവനം എന്താണെന്ന് അറിയില്ലാത്തത് എന്താണ്? അത് വ്യക്തമാക്കേണ്ടടുത്ത് അവർ വ്യക്തമാക്കിക്കോളും. ചർച്ച ചെയ്യാനല്ലോ നമ്മളോട് ഇരിക്കുന്നത്. അതും കൂടെ ചർച്ച ചെയ്യട്ടെ. ഇനി ഈ പ്രശ്നത്തില് തീരുമാനം പറയാം. ഇന്നത്തോടുകൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. എന്തുകൊണ്ടാണത്? എന്തിനാണ് പൈസ പറ്റിയത് അറിയൂല. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഉത്തരവില്ല.
പിന്നെ എന്തിനാണ് വീണയ്ക്കായി പാർട്ടി ഇതൊക്കെ ഇറങ്ങണോ? ചുമക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയം. എന്ത് അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. തീർച്ചയായിട്ടും ആ വീണ ചെയ്ത ജോലിയുടെ അടിസ്ഥാനത്തിലുള്ള വിഷയം. എന്ത് ജോലി? അത് സസ്പെൻസ്. ED ഉപയോഗിച്ചുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തെ അയ്യാഹാരം കഴിക്കുന്ന ഏത് മനുഷ്യർക്കും അറിയാം EDയുടെ നിലപാട് എന്താന്ന്. നിങ്ങൾക്കും ആ നിലപാട് തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ED വരുന്നതിന്റെ മുൻപ് തന്നെ വസ്തുതകൾ സഹിതം CPM-നോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള പ്രതിപക്ഷമുണ്ട്, മാധ്യമങ്ങളുണ്ട്, പൊതുസമൂഹമുണ്ട്. ആ ചോദ്യത്തിൽ ഏറ്റവും ബേസിക് ആയ ക്വസ്റ്റ്യൻ ആയിരുന്നു വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തി അവരുടെ സ്ഥാപനം എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി CMR-ലുമായി ഉണ്ടാക്കിയ കരാറിൽ പറഞ്ഞ സേവനം എന്താണ്? പറയില്ല. പറ ഒന്ന് വേഗം പറയണം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഈ പറയുന്ന മാസത്തിൽ 5-3 ലക്ഷം വീതം എണ്ണി മേടിക്കുമ്പോൾ വാങ്ങി ഈ പൈസ കൈപ്പറ്റുന്നതിന് തിരിച്ചു കൊടുത്ത സേവനം എന്താണെന്ന് ED ഒക്കെ വരുന്നതിന് മുൻപ് ചോദിക്കാൻ തുടങ്ങിയതാണ്. EDയും വന്നു, റെയ്ഡും കഴിഞ്ഞു, അതിന്റെ പേരിലുള്ള പുകിലും നിലനിൽക്കുന്നു. ഉത്തരം അതിനിപ്പോഴും കിട്ടിയിട്ടില്ല. എന്നിട്ട് താങ്കൾ പറയുന്നത് അതല്ലല്ലോ ഇവിടുത്തെ വിഷയമെന്ന്. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.